സിന്ധു നദീജല കരാറിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിലൂടെ പാകിസ്ഥാനുള്ള തിരിച്ചടിയിൽ കളിനിയമം മാറ്റിയിരിക്കുകയാണ് ഇന്ത്യ. The Indus Waters Treaty of 1960 will be held in abeyance with immediate effect until Pakistan credibly and irrevocably abjures its support for cross-border terrorism. ബന്ധം മുറിച്ചു മാറ്റുന്നതിന്റെ ആദ്യപടിയായി കൈക്കൊണ്ട സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനം ഇന്ത്യയുടെ ജലയുദ്ധമായി പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത് അതുകൊണ്ടാണ്. എന്തൊക്കെ സംഭവിച്ചാലും സിന്ധു ജല കരാറിൽ ഇന്ത്യ തൊടില്ലെന്ന ഒരു ധാരണ ഏറെക്കാലമായി പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. 1965ലെയും 71ലെയും യുദ്ധങ്ങളും കാർഗിൽ മുംബൈ ആക്രമണമൊന്നും ജലകരാറിനെ ബാധിച്ചിരുന്നില്ല. ഇന്ത്യ ഒരിക്കലും പുനഃപരിശോധിക്കാത്ത വിശുദ്ധ കരാറായിട്ടായിരുന്നു ഇതിനെ കണ്ടിരുന്നത്. ആ ധാരണയാണ് ഇപ്പോൾ തിരുത്തിയത്. ഇനി ഈ കരാറിന്റെ ഭാഗമായിരിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. ഇരു രാജ്യങ്ങൾക്കും പിൻവാങ്ങാനാവാത്തതാണ് സിന്ധു നദീജല കരാർ. ഒരു കാരണവശാലും കരാറിൽ നിന്ന് പിൻവാങ്ങരുതെന്ന കർശനമായ വ്യവസ്ഥ ഇരു രാജ്യങ്ങളും 1961 അംഗീകരിച്ചതാണ്. അതിനാൽ പിൻവാങ്ങൽ എന്ന വാക്ക് ഉപയോഗിക്കാതെ താൽക്കാലികമായ നിർത്തിവെക്കലാണ് ചെയ്യുന്നത് എന്ന സാങ്കേതികമായ വാദമാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ഫീൽഡ് മാർഷൽ മുഹമ്മദ് അയ്യൂബ് ഖാനും തമ്മിൽ ഒപ്പിട്ട കരാർ പ്രകാരം സത്ലജ്, ബിയാസ്, രവി എന്നീ കിഴക്കൻ നദികളിലെ വെള്ളം ഇന്ത്യക്കും സിന്ധു, ചലം, ചെനാബ് എന്നീ പടിഞ്ഞാറൻ നദികളിൽ നിന്നുള്ള വെള്ളത്തിൽ നിന്നൊരു പങ്ക് പാകിസ്ഥാനും ഉപയോഗിക്കാമെന്നാണ്. പടിഞ്ഞാറൻ നദികളിൽ ജലവൈദ്യുത പദ്ധതികൾ ഉണ്ടാക്കാൻ ഇന്ത്യക്ക് അനുമതി നൽകുന്ന കരാർ ഇത്തരം പദ്ധതികളുടെ രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ട എതിർപ്പുകൾ ഉന്നയിക്കാൻ പാകിസ്ഥാന് അവകാശം നൽകുന്നുണ്ട്. കരാറിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളുടെയും കമ്മീഷണർമാർ ചുരുങ്ങിയത് വർഷത്തിലൊരിക്കൽ യോഗം ചേരണമെന്നും കരാറിലെ വ്യവസ്ഥകൾ ഇരു രാജ്യങ്ങൾക്കും സംയുക്തമായി മാറ്റാമെന്നും കരാറിലുണ്ട്.